ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആർവി ഫാമിലിക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹോം ടൂറാണ്. കാരണം വീട് ഏകദേശം പൊളിച്ച് ഏകദേശം ഒരു വൈക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപ് എങ്ങനെ ഇരുന്നെന്നും ഇപ്പം എങ്ങനെ ഇരുന്നെന്നും നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അതൊന്നും ചെയ്തുകൂടാ, അങ്ങനൊരു വീഡിയോ ചെയ്തുകൂടാന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നാൽ അത് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥ. ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മളെ വീടിൻ്റെ മുൻവശം കേട്ടോ. ഇനി ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇതൊക്കെ മാറ്റം വരാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാണാം. അല്ല കൂട്ടുകാരെ, ഞാൻ എടുത്തതേ കണ്ടാ പണി ഏകദേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ റൂമിലേക്കുള്ള വാതിലൊക്കെ ഇരുന്ന് അതൊക്കെ മാറ്റിക്കാണ്ട് പടുത്ത് തേച്ച് സെറ്റപ്പ് ആക്കി ഇട്ടിക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ കുറേ കഴിഞ്ഞാൽ കാണാം മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു. ടി വി ആണ്, ടി വി വെക്കാൻ ഇപ്പോൾ ഒരു സ്ഥലം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. കണ്ടാ ഓൾമോസ്റ്റ് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു തുടങ്ങി. കണ്ടാ ഇത് പൂജാമുറി സെറ്റപ്പാണ്. കണ്ടാ ഏകദേശം അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൃഷ്ണനെ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള കേട്ടോ. ഇനി അടുത്തത് ടി വി സ്റ്റാൻഡും പൂജാ റൂമിൻ്റെയും നടുക്കിലായിട്ട് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഒരു സ്പേസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് വയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടാ അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ്ങിലെ വിശേഷങ്ങൾ കേട്ടോ. ഇതൊക്കെ മാറ്റം വരും. ഇതൊക്കെ മാറിക്കഴിഞ്ഞ ശേഷമുള്ളൊരു വീഡിയോ വരുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുക. അടുത്ത ഡൈനിങ് ഹാളാണ്. കണ്ടാ ഫോൺ മേശ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ഏരിയ ഇതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊന്നും മാറ്റം വരില്ല. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് ഏകദേശം ഇവിടെ നിന്ന് മാറും കേട്ടോ. ഏകദേശം അവിടെയാണ് സ്പേസ് കണ്ടിരുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ അവിടെ നമ്മൾ അടച്ചെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ആ റൂമിലേക്കുള്ള വാതിൽ ഇവിടെ കേട്ടോ സ്റ്റാർട്ടാവുന്നു. കണ്ട ഇതാണ് റൂമൊന്നും വല്ലാണ്ട് കാണിക്കില്ല. ഒക്കെ പണി നടക്കണതുകൊണ്ട് അത് അലക്കോലായി കിടക്കുകയാണ്, വല്ലാണ്ട് കാണിക്കില്ല. ആണ് നമ്മളുടെ കോമൺ ബാത്റൂം കിട്ടുക. ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാ ക്ലോസറ്റാണ് വരുന്നത്. ഇതിനുള്ളിൽ പണി വരാനുള്ള കേട്ടോ. ഈ ഷവർ അങ്ങോട്ടേക്ക് മാറ്റും. അതേമാതിരി ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വരാണ്ട്. ഇതാണ് ഈ ബാത്റൂമിലേക്കുള്ള വാതിലിട്ട. ഇത് അപ്പുറത്തെ പാസേജ് ഏരിയ കൂടെ ഉള്ള ആ ഡോറാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന അടുക്കള നമ്മൾ റൂമാക്കിയതാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട ഈ ബാത്റൂം ഇവിടെ നിന്ന് അടയ്ക്കും. കണ്ട ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ട് അവിടേക്ക് കണ്ട ഒരു ബാത്റൂമിൻ്റെ വാതിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കെട്ട് വന്ന് അടയും. പിന്നെ മുകളിലൊരു കോൺക്രീറ്റ് സ്ലാബ് വരും കേട്ടോ, 2 ഇഞ്ച് കനത്തിൽ. കണ്ട അതൊക്കെ സെറ്റപ്പ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. റൂമിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായി തുടങ്ങി. ഇവിടെയൊക്കെ സ്ലാബ് വന്നിരുന്നു കേട്ടോ. അവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു, ഇവിടെ അടുപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അടുക്കളയിലേക്ക് ഉണ്ടായിരുന്ന ആദ്യത്തെ വാതിൽ. അത് അടച്ചിങ്ങാണ്ട് അപ്പുറത്തേക്ക് ഒരു പൂജാമുറി സെറ്റപ്പ് ആക്കുകയാണ്. ഒക്കെ ഇതാണ് വിശേഷങ്ങൾ. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ അടുക്കള കേട്ടോ. അതായത് ഈ അടുക്കള പൊളിച്ചിപ്പോൾ റൂമാക്കിയല്ലോ. അപ്പോൾ അതിന് പുറത്തോട്ട് നമ്മളൊരു അടുക്കള ഒരു റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിതാണ് അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ എടുത്തിന്. ഒക്കെ അലങ്കോലായി കിടക്കുകയാണ്. കണ്ട അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഒക്കെ ഇനി പണി വരാനുണ്ട്. ഇതാണ് പുറത്തോട്ടുള്ള വാതിൽ വരുന്നത്. ഇനി ഈ അടുക്കളയിലാണെങ്കിൽ നമ്മൾ ഗ്യാസ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് പുറത്തേക്കൊരു വിറകടുപ്പ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഏകദേശം അതിൻ്റെ പണിയും കഴിഞ്ഞ് തുടങ്ങിയാണ്. ഇനി കുറച്ചും കൂടി പണിയുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഏട്ടൻ്റെ റൂമാണ് കേട്ടോ. എൻ്റെ റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഏട്ടൻ്റെ റൂം വരുന്നത്. ഇതിന് വാതിലൊക്കെ വെക്കാണ്ട്. പിന്നെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കാരണം അവിടെ ഫുള്ള് പൊടി വാർന്നുകൊണ്ട് ഉള്ള ഡ്രസ്സ് മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് കണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഫാബ്രിക്കേഷൻ ആ ഡോറ് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. കണ്ടാ ഒരു വാഷ് ബേസിനുണ്ട്, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ സെറ്റപ്പാണ്. ഇനി ഡോറ് മാത്രം വന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ റൂമിൻ്റെ വിശേഷം. അപ്പോൾ ഇത് മൊത്തമായിട്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റിയിൽ ഇരിക്കുന്നേ അന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഹോം ടൂർ സെറ്റപ്പ് ഇട്ടത്. പെട്ടെന്ന് കഴിഞ്ഞല്ല പരിപാടിയേ. ഇതിപ്പോൾ പണി എടുക്കണോണ്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റം വരും വീടിൻ്റെ ഉള്ളിൽ.
അപ്പോൾ മുൻപ് എങ്ങനെയായിരുന്നെന്ന് കാണാൻ ഒരു പൂതി തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറൊരു ഹോം ടൂർ ചെയ്യാട്ടാ, ഹോം ടൂർ പാർട്ട് 2. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.